എല്ലാവർക്കും നമസ്കാരം. ശബരിമല യുവതീ പ്രവേശ വിഷയം വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാനായിട്ട് ഒരു 9 അംഗ ബെഞ്ചിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഈ ബെഞ്ച് പഠിക്കും. അതിനുശേഷം ശബരിമല റിവ്യൂവിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി അന്തിമമായിട്ട് തീരുമാനമെടുക്കും. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിൽ യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്ന ആൾക്കാരും എതിർക്കുന്ന ആൾക്കാരും മുൻപ് കക്ഷികളായിരുന്ന ആൾക്കാർ ഈ വിഷയത്തിലുള്ള അവരുടെ നിലവിലെ നിലപാട് എന്താണ് എന്നതിനെക്കുറിച്ച് മാർച്ച് 14-നകം എഴുതി നൽകണം എന്നാവശ്യപ്പെട്ടത്. ഈ ഘട്ടത്തിലാണ് നമ്മുടെ നിയമമന്ത്രി ശ്രീ പി രാജീവ് അടക്കം ശബരിമലയിലെ കാര്യങ്ങളൊക്കെ തന്നെ ആചാര്യന്മാരോട് കൂടിയാലോചന നടത്തിയതിനു ശേഷം തീരുമാനിക്കണം എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ ജയകുമാറിനോട് ഒരു അഭിപ്രായം ചോദിക്കുമ്പോൾ നിലവിൽ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഭക്തർക്കൊപ്പം എന്ന ഒരു നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു അഫിഡവിറ്റ് കൊടുക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്ന അഭിപ്രായം ഭക്തരോടൊപ്പമാണോ, ഭക്തർക്കെതിരാണോ, അതോ ഒരു ആചാര്യന്മാരോടൊക്കെ സംസാരിച്ചതിന് ശേഷം തീരുമാനമെടുക്കണം എന്നാണോ പറയുന്നത്? എന്താണ് നിലവിൽ സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അഫിഡവിറ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകണം. കാരണം സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് തങ്ങൾക്കുണ്ട് എന്ന് വളരെ കൃത്യമായി സുപ്രീം കോടതി അറിയിച്ചതിന് ശേഷം പൊതുജന മധ്യത്തിൽ ഉരുണ്ട് കളിക്കുകയാണ് ഇപ്പോൾ മന്ത്രി രാജീവും മറ്റുള്ള ആൾക്കാരും. അതിൻ്റെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം. എൻ്റെ കയ്യിലുള്ളത് ശബരിമല സംഘർഷം ഉണ്ടായിരുന്ന ഒരു സമയത്ത് സംസ്ഥാന സർക്കാരിന് വേണ്ടി PR ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. 60 പേജുള്ള ഒരു ഡോക്യുമെൻ്റാണ്. ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലെ നിയമപ്രശ്നങ്ങൾ, നിയമത്തിൽ നിന്ന് റദ്ദാക്കിയിരിക്കുന്ന ഒരു 3B എന്ന് പറയുന്ന ഒരു ക്ലോസ്, സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം എന്താണ്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെയുള്ള വലിയൊരു വിശദീകരണമാണ് 60 പേജുള്ള മലയാളത്തിലുള്ള ഈ ഒരു ഡോക്യുമെൻ്റ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് അനുബന്ധം 1 എന്ന രീതിയിൽ ചേർത്തിരിക്കുന്നത് സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എന്നൊരു ഭാഗമാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. 1, സ്ത്രീകളോടോ പൊതുജനങ്ങളിൽ ഏതെങ്കിലും വിഭാഗത്തോടോ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനത്തെ സർക്കാർ അനുകൂലിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഒരു തരത്തിലുള്ള വിവേചനമാണ് എന്നും അതിനോട് തങ്ങൾ യോജിക്കുന്നില്ല എന്നും വളരെ കൃത്യമായിട്ട് ഈ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. ഇനി ഇത് കൂടാതെ 1-ാമത്തെ പാരഗ്രാഫിൽ തന്നെ പറയുന്നത്, ഒരു വിഭാഗം സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കുന്നതിലും ആരാധന നടത്തുന്നതിലും നിന്ന് തടയുന്നത് ന്യായമല്ല. ശബരിമലയിൽ വരാൻ ശരീരശേഷിയുള്ളവരെ ക്ഷേത്രം സന്ദർശിക്കാനും ആരാധന നടത്താനും അനുവദിക്കണം. ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകളെ തടയുന്നത് തീർച്ചയായും പൊതു അവകാശത്തെ ബാധിക്കുന്നതും അതിനാൽ പൊതു താല്പര്യ വിഷയവുമാണ്. ഇവിടെയും വളരെ കൃത്യമായിട്ട് പറയുന്നത് യുവതീ പ്രവേശനത്തിനെ തങ്ങൾ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ്. ഇനി ഇതിൻ്റെ 3-ാമത്തെ പാരഗ്രാഫിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നു. ഹിന്ദു മതാചാരം പിന്തുടരുകയും ദൈവത്തിലും ക്ഷേത്ര ആരാധനയിലും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളെയും പ്രായഭേദമന്യേ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന നടത്തുന്നതിൽ നിന്ന് തടയരുതെന്നാണ് സർക്കാരിൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ പറയുന്നത് യുവതീ പ്രവേശത്തിന് സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് തന്നെയാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ക്ഷേത്ര ആരാധനയിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരെന്നാണ്. പക്ഷേ ശബരിമലയിൽ പ്രവേശിച്ച സ്ത്രീകൾക്ക്, സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടു കൂടി പ്രവേശിച്ച സ്ത്രീകൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ, ക്ഷേത്ര ആരാധനയിൽ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നീ കാര്യങ്ങളെക്കുറിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരും നിയമമന്ത്രിയും മറന്നു പോകരുത് എന്ന് മാത്രം പറയുന്നു. ഇനി മന്ത്രി ശ്രീ രാജീവ് പറഞ്ഞ 4-ാമത്തെ പാരഗ്രാഫാണ്. ഹിന്ദു ധർമ്മത്തിൽ ആധികാരിക ജ്ഞാനമുള്ള പ്രമുഖ പണ്ഡിതരും അറിയപ്പെടുന്നവരും അഴിമതിരഹിതരുമായ സമൂഹ പരിഷ്കർത്താക്കളും ഉൾപ്പെടുന്ന ഒരു കമ്മീഷനെ നിയമിക്കണം. അതായത് ശബരിമലയിൽ യുവതീ പ്രവേശം വേണോ വേണ്ടയോ എന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ 4-ാമത്തെ പാരഗ്രാഫിനെ കുറിച്ച് മാത്രമാണ് മന്ത്രി ശ്രീ രാജീവ് പറയുന്നത്. ഇതിന് തൊട്ടു മുമ്പുള്ള 3 പാരഗ്രാഫുകളിൽ യുവതീ പ്രവേശത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് തങ്ങൾക്ക് എന്നതിനെക്കുറിച്ച് സർക്കാർ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. തന്നെയുമല്ല, ഈ ഒരു പാരഗ്രാഫിൽ ഇത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി തുടർന്ന് വരുന്ന പാരഗ്രാഫുകളിലും ഈ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് യുവതീ പ്രവേശത്തിനെ സർക്കാർ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ്. 5-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് നോക്കുക. 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അനുവദിച്ചാൽ ക്രമസമാധാനം തകരാറിലാകാനും മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തികൾ കൂടാനും സാധ്യതയുണ്ടെന്നതാണ് സ്ത്രീ പ്രവേശത്തെയും ആരാധനയും എതിർക്കുന്നവരുടെ ഒരു വാദം. അതായത് ആചാരപരമായിട്ടുള്ള കാരണങ്ങളാൽ മാത്രമാണ് അവിടെ ആൾക്കാർ എതിർക്കുന്നത്. അതല്ലാതെ ഇതിൽ പറയുന്നത് പോലെ ക്രമസമാധാന പ്രശ്നത്തിനെയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവൃത്തികൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ചല്ല. പിന്നെ എങ്ങനെയാണ് സർക്കാരിന് ഇങ്ങനെ ഒരു വാദം സുപ്രീം കോടതിയിൽ പറയാനായിട്ട് കഴിയുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല.
തന്നെയുമല്ല, ഇനി ബാക്കി പറയുന്നത്, ഈ ഭയം ശരിയാണെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേക തീർത്ഥാടന സീസണുകൾ നിശ്ചയിച്ച് അത് പരിഹരിക്കാനാകും. അതിനാൽ ഈ ഭയം സർക്കാരിനില്ല എന്നാണ് പറയുന്നത്. അതായത് ശബരിമലയിൽ ആചാരങ്ങളെ പൂർണ്ണമായും എതിർത്തുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക സീസൺ കൊടുക്കണം, അതും കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു നിർദ്ദേശമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇതിൻ്റെ മറ്റു പാരഗ്രാഫുകളിൽ 6ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, എഴുത്തുകാരനായിട്ടുള്ള ശ്രീ KL മോഹനവർമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിന് ഈ അഫിഡവിറ്റിൽ എന്താണ് പ്രാധാന്യം എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിൽ പറയുന്നത്, സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശം നിഷേധിച്ചത് ഏതെങ്കിലും താന്ത്രികമായ കാരണങ്ങൾ കൊണ്ടല്ല. ക്ഷേത്രം നിബിഡ വനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അയ്യപ്പസ്വാമിയെ ആരാധിക്കാനായി ഭക്തർ രാത്രിയും പകലും കൊടുങ്കാട്ടിലൂടെ യാത്ര ചെയ്യേണ്ടിയിരുന്നു. പണ്ടുകാലത്തെ കാര്യമാണ്. വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിനും സാധ്യതകളുണ്ടായിരുന്നു. ഇതുമാത്രമാണ് ആദ്യകാലങ്ങളിൽ സ്ത്രീകളെ ശബരിമലയിൽ വിലക്കിയത്. കാനനവാസൻ എന്നാണ് അയ്യപ്പസ്വാമിയെ ഭക്തർ വിളിക്കുന്നത്. അയ്യപ്പസ്വാമിയുടെ വാഹനം മാംസഭോജിയായ പുലിയാണ് എന്നാണ് പറയുന്നത്. അതായത് പുലിപ്പാലുമായി ബന്ധപ്പെട്ട കഥയിലൊക്കെ ചേർത്തിട്ട് മാംസഭോജിയായിട്ടുള്ള പുലിയാണ് അയ്യപ്പൻ്റെ വാഹനം. ആ പുലി ശബരിമലയിലുണ്ട്, അതുകൊണ്ട് ആ പുലി അവിടെ വരുന്ന സ്ത്രീകളെ മാത്രമായിട്ട് പിടിച്ചു തിന്നും എന്നൊക്കെയുള്ള രീതിയിലത്തേക്ക് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിനെ ഈ ഒരു അഫിഡവിറ്റിൽ കൊണ്ടുപോയി സംസ്ഥാന സർക്കാരിൻ്റെ കൂടി എൻഡോഴ്സ്മെൻറ്റോടുകൂടി അവതരിപ്പിക്കാനാണ് സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്. മന്ത്രി പി രാജീവ് ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല എന്നുള്ളതാണ് നമുക്കറിയാവുന്ന കാര്യം. ഇനി തീർന്നിട്ടില്ല. 7ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, സ്ത്രീകൾക്ക് മാത്രമായി ഒരു സീസൺ അനുവദിക്കുന്നതോ മണ്ഡലപൂജ, മകരവിളക്ക് ഒഴിച്ചുള്ള എല്ലാ സീസണിലും എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് ദർശനം അനുവദിക്കുന്നതോ പരിഗണിക്കാവുന്ന കാര്യമാണ്. എന്ന് വെച്ചാൽ വീണ്ടും ആചാരവിരുദ്ധമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള സന്നദ്ധത സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയാണ്. ഒരു ഭാഗത്ത് ഇതൊക്കെ ആചാര്യന്മാർ തീരുമാനിക്കട്ടെ എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുന്നു. സുപ്രീം കോടതിയിൽ അത് വാദിച്ചിട്ടേ ഇല്ല. അത് തുല്യതയ്ക്ക് വിരുദ്ധമാണ്, ആർട്ടിക്കിൾ 13നും 17നും വിരുദ്ധമാണ്, ഭരണഘടനാ ലംഘനമാണ്. അതുകൊണ്ട് അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിനോമിനേഷനായിട്ട് അയ്യപ്പ വിശ്വാസികൾ മാറുന്നില്ല. അവിടെ സ്ത്രീകൾക്ക് വിലക്കുള്ളത് ഒരു തരത്തിലുമുള്ള മതപരമായിട്ടുള്ള അനിവാര്യതയല്ല എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന അങ്ങേയറ്റത്തെ വിവേചനമാണ് ശബരിമലയിലുള്ളത്, അത് അൺടച്ചബിലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഭാഗത്ത് പറയുന്നത് ഇത് ആചാര്യന്മാരോടൊക്കെ തന്നെ കൺസൾട്ട് ചെയ്തതിന് ശേഷം തീരുമാനിക്കാം, പക്ഷേ മറുഭാഗത്ത് ശബരിമലയിൽ ആചാര ലംഘനം നടത്തണം എന്നും യുവതികൾ അവിടെ പ്രവേശിക്കട്ടെ എന്നുമാണ്. അതിന് വേണമെങ്കിൽ പ്രത്യേക സീസൺ പോലും നമുക്കവിടെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ച് പല പാരഗ്രാഫുകളിലായിട്ട് ആവർത്തിച്ചു പറയുകയാണ്. ഇനി ഇതുകൊണ്ടും തീർന്നില്ല. 8ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, വ്രതത്തിൻ്റെ കാലാവധി ആചാരപ്രകാരമുള്ള 41 ദിവസത്തിൽ നിന്ന് കുറയ്ക്കാമോ എന്നതും പരിശോധിക്കണം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേക സീസണിൽ തന്ത്രിയും ശാന്തിക്കാരും സുരക്ഷാ ജീവനക്കാരും ഒഴികെ ആരാധന സ്ത്രീകൾ നടത്തിക്കണമെന്നും നിഷ്കർഷിക്കാവുന്നതാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നൈഷ്ഠിക ബ്രഹ്മചര്യമുള്ള ഒരു മൂർത്തിയെ വന്ന് സ്ത്രീകൾ ആരാധിക്കുക എന്ന രീതിയിലത്തേക്ക് ആചാര ലംഘനത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഒരു അഫിഡവിറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു ഭാഗത്തിനെക്കുറിച്ചും മന്ത്രി ശ്രീ പി രാജീവ് ഇപ്പോൾ മിണ്ടുന്നില്ല. ദേവസ്വം ബോർഡ് ഭക്തരോടൊപ്പം നിന്നിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ ശ്രീ ജയകുമാറും ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നോർക്കുക. ഇനിയും തീർന്നിട്ടില്ല. ഇതിൻ്റെ 10ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, നിയമസംഹിതയായ മനുസ്മൃതി പറയുന്നു, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അതായത് എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ വിളയാടുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് എന്തിനും ഏതിനും മനുസ്മൃതിയെ എതിർക്കുന്ന ആൾക്കാർ മനുസ്മൃതിയെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ അതിൽ സ്ത്രീകളെ നല്ല രീതിയിലാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുകയാണ്. അപ്പോൾ മനുസ്മൃതി എന്ന് പറയുന്ന പണ്ടുകാലത്തെ ഒരു നിയമസംഹിത, അതിനെ പോലും അവരുടെ നയപരമായിട്ടുള്ള അതിനോടുള്ള എല്ലാ വിധത്തിലുള്ള വിരോധവും മാറ്റിവെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള കൊട്ടേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് യുവതീ പ്രവേശത്തിനെ അനുകൂലിക്കുകയും ആചാരവിരുദ്ധത സംസാരിക്കുകയുമാണ് സംസ്ഥാന സർക്കാർ ഈ സത്യവാങ്മൂലത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് പിണറായി വിജയൻ്റെ സത്യവാങ്മൂലം എന്ന രീതിയിലത്തേക്ക് പറയാവുന്നതല്ല. VS അച്യുതാനന്ദൻ്റെ കാലത്ത് 2007 കൊടുത്തിരുന്ന സത്യവാങ്മൂലമാണ്. ആ സത്യവാങ്മൂലത്തിനാണ് ഞങ്ങളിപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് VS സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇനി തീർന്നിട്ടില്ല. 11ാമത്തെ പാരഗ്രാഫിൽ, മുൻപും സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചിരുന്നു, അതിനാൽ ഇത് പുതുതായി സ്ഥാപിച്ചു കിട്ടേണ്ടത് ഒരവകാശമല്ല, മറിച്ച് പഴയ അവകാശത്തിൻ്റെ പുനഃസ്ഥാപിക്കലാണ്. നോക്കൂ, ഇവിടെ വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത് ശബരിമലയിൽ നേരത്തെ സ്ഥിരമായിട്ട് സ്ത്രീകൾ വരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഒരു അവകാശം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല ഇപ്പോൾ ആരും ശ്രമിക്കുന്നത്, മറിച്ച് ഉണ്ടായിരുന്ന ഒരവകാശം അത് കൈമോശം വന്നു, അത് പുനഃസ്ഥാപിക്കുന്നതിനാണ് എന്നാണ്. എന്നാൽ നിയമപരമായി ചരിത്രപരമായി നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു വിവരത്തിലും ശബരിമലയിൽ സ്ഥിരമായി സ്ത്രീകൾ വരുമായിരുന്നു, അവിടെ ദർശനം നടത്തുമായിരുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യവുമില്ല. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഒരു ഭാഗത്ത് KL മോഹനവർമ്മയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ
അവിടെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകളെ പുലി പിടിച്ച് തിന്നും എന്നതുകൊണ്ട് യാത്ര വിലക്കിയിരുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ പണ്ട് മുതൽ തന്നെ സ്ത്രീകൾക്ക് യാത്രാ വിലക്കുണ്ടായിരുന്നു എന്ന് സർക്കാർ തന്നെ ഒരു ഭാഗത്ത് പറയുന്നു. മറ്റൊരു ഭാഗത്ത് അതേ സർക്കാർ തന്നെ പറയുന്നു, അല്ല, അവിടെ സ്ത്രീകളെ സ്ഥിരമായിട്ട് പോകുമായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് പുതുതായിട്ടൊരു അവകാശമൊന്നുമല്ല ചോദിക്കുന്നത്, സ്ഥിരമായി പോകുന്ന ആൾക്കാരുടെ അതേ അവകാശം പുനഃസ്ഥാപിക്കണം എന്നാണ് പറയുന്നത് എന്ന്. ഇപ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീകൾ പോകുന്നില്ല, അതിനൊരു കാരണം പറയുന്നു, മറ്റൊരു ഭാഗത്ത് പോകണം, കാരണം പോകുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാരണം കൂടി പറയുന്നു. ഇതിൽ ഏത് വള്ളത്തിലാണ് സർക്കാർ ശരിയായി നിൽക്കുന്നത് എന്നതിനെക്കുറിച്ച് സർക്കാർ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഇനി 13ാമത്തെ പാരഗ്രാഫ്, അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു മതം ആചരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും മതപരമായ തുല്യ അവകാശങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്നു. അതുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശം നിഷേധിച്ചാൽ അത് ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമാകും. അതായത് വീണ്ടും പറയുന്നത്, ശബരിമലയിലെ ആചാരം എന്നത് ഭരണഘടനാ വിരുദ്ധത എന്നാണ്. ഒരു മതത്തിലുള്ള ആൾക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീക്കും പുരുഷനും എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ആചാരപരമായ കാര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള പ്രാധാന്യമോ അവസരമോ അല്ല മതങ്ങൾ സാധാരണ നൽകുന്നത്. ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രമാണ്. ഉദാഹരണത്തിന് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലുള്ള ഒരു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ആചാരമാണ്. അവിടെ സ്ത്രീകൾക്ക് മാത്രമാണ് പരിഗണന നൽകുന്നത്, പുരുഷന്മാർക്കല്ല. അതേപോലെയുള്ള ഒരു ക്ഷേത്ര പ്രത്യേകതയാണ് ശബരിമലയിലുള്ള യുവതീ പ്രവേശ വിലക്ക് എന്നുള്ളത്. അപ്പോൾ അതിനെ ഏതെങ്കിലും തരത്തിലുള്ള തുല്യതയുടെ ഒരു അവകാശമായിട്ടൊന്നും തന്നെ അല്ല പറയേണ്ടത് എന്നതിനെക്കുറിച്ച് മന്ത്രി മനസ്സിലാക്കണം, സർക്കാർ മനസ്സിലാക്കണം. ഇതര മതസ്ഥരുമായി ബന്ധപ്പെട്ടും സമാനമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു അതിൻ്റേതായിട്ടുള്ള വൈവിധ്യങ്ങൾ, ആചാര വൈവിധ്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഭംഗിയാണ്, സൗന്ദര്യമാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലാതെ എല്ലാ കാര്യത്തിലും നമ്മൾ ഈ പറയുന്ന ആർട്ടിക്കിൾ 14 കൊണ്ടുപോയി അപ്ലൈ ചെയ്തതിന് ശേഷം മതത്തിനെ, വിശ്വാസത്തിനെ ഒക്കെ തന്നെ ആ രീതിയിലത്തേക്ക് കാണേണ്ടതല്ല എന്നുള്ളതാണ് പ്രധാനം. സത്യത്തിൽ റിവ്യൂ പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി പോലും പരിഗണിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ആർട്ടിക്കിൾ 14 അനുസരിച്ചിട്ടുള്ള തുല്യതയാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്, അതോ ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യമാണോ? ഈ രണ്ടിനെയും തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഇതിലേതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ പരിഗണിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഈ സത്യവാങ്മൂലത്തിൻ്റെ 15ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, രാജ്യത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ സൗകര്യവും അവകാശവും അനുവദിക്കണമെന്നും, അതായത് ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തുന്നതിനുള്ള അവകാശം, സൗകര്യം അതൊക്കെ അനുവദിക്കണമെന്നും, ശബരിമലയിൽ പ്രവേശിക്കാനും ഭഗവാൻ അയ്യപ്പനെ ആരാധിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുതെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെയുള്ള സർക്കാരിൻ്റെ അപേക്ഷ. വളരെ ക്ലിയറായിട്ട് ഇവിടെ പറയുകയാണ്, യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശനം നൽകണം എന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ താല്പര്യം എന്നത്. അതുകൊണ്ട് കേവലം അഫിഡവിറ്റിലെ 4ാമത്തെ പാരഗ്രാഫിൽ ഇങ്ങനെ ആചാര്യന്മാരുമായി ബന്ധപ്പെട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തണം, അതാണ് ഞങ്ങളുടെ നിലപാട് എന്ന രീതിയിലത്തേക്ക് പറയരുത്. അതല്ല നിങ്ങളുടെ നിലപാട്. ഒരു ഭാഗത്ത് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ഭാഗത്തും, എല്ലാ പാരഗ്രാഫുകളിലും നിങ്ങൾ പറയുന്നത് ആചാര ലംഘനം അവിടെ നടത്തുന്നതിനൊപ്പമാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ഇതിനെ ഭരണഘടനാ തുല്യത എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ലിംഗസമത്വം എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ മാത്രമാണ് കാണുന്നത്. വിശ്വാസത്തിനെ വിശ്വാസമായി കാണുന്നതിനോ അതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് അതിനെ വിലയിരുത്തുന്നതിനോ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് കോടതിയോട് പറയുന്നത്, ശബരിമലയിൽ പ്രവേശിക്കാനും ഭഗവാൻ അയ്യപ്പനെ ആരാധിക്കാനുമുള്ള അവകാശം സ്ത്രീകൾക്ക് നിഷേധിക്കരുതെന്ന് മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി മുൻപാകെയുള്ള സർക്കാരിൻ്റെ അപേക്ഷ. ഈ അപേക്ഷ നിങ്ങൾ 4ആയി മടക്കി പോക്കറ്റിൽ വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ മാർച്ച് 14-നകം നിങ്ങൾ മറുപടി കൊടുക്കണം. മറുപടി കൊടുക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് ഏതാനും ആഴ്ചകൾ മാത്രമേ ബാക്കിയുണ്ടാവൂ. ആ സമയത്ത് നിങ്ങൾ പറയുന്ന അഭിപ്രായം എന്താണോ അത് പബ്ലിക് ഡൊമൈനിൽ വരും. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇവിടെ എല്ലാവർക്കും വ്യക്തമാകുന്നതുമാണ്. സർക്കാർ നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനമെല്ലാം മാറ്റി അതിനെല്ലാം തട്ടിൻപുറത്ത് വെച്ചിട്ട് നിങ്ങൾ വിശ്വാസികളോടൊപ്പം നിന്ന് 4 വോട്ട് വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ നിലപാട് മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതല്ലാതെ ആചാര്യന്മാരോട് ചോദിക്കാമെന്നുള്ള ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തിട്ട് അത് വാദിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ സത്യവാങ്മൂലം നിങ്ങളെ തിരിഞ്ഞു കൊത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈ വസ്തുത എല്ലാവരും അറിയട്ടെ. നേരത്തെ നിങ്ങൾ തന്നെ പരസ്യത്തിൽ പറഞ്ഞതുപോലെ നുണ പറയുന്നവരെ തിരിച്ചറിയട്ടെ ജനം. എന്തായാലും ഈ വിഷയത്തിൽ ആത്യന്തികമായി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള തീരുമാനം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. സ്വാമി ശരണം. ജയ് ഹിന്ദ്.